ആടുജീവിതം സിനിമ തിയേറ്ററുകളിൽ വലിയ തരംഗമായി മാറുമ്പോൾ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് ഇറങ്ങിയത് വലിയ ചർച്ചയാവുകയാണ്. വ്യാജ പതിപ്പ് അപ്ലോഡ് ചെയ്തത് കാനഡയിൽ നിന്നാണ് കണ്ടെത്തൽ. മലയാളികളെ കേന്ദ്രീകരിച്ച് സൈബർ സെല്ലിൽ അന്വേഷണം നടത്തുകയാണ്. ഒന്നിലധികം സ്ഥലങ്ങളിൽ നിന്ന് ചിത്രം പകർത്തിയതായും സംശയമുണ്ട്. മലയാളികളുടെ വാട്സാപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പുകൾ സൈബർ സെല്ലിന്റെ നിരീക്ഷണത്തിലാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, നിലവില് സംവിധായകൻ ബ്ലെസ് നൽകിയ പരാതിയിലാണ് സൈബർ പോലീസ് ഈ വ്യാജ പതിപ്പ്, ആടുജീവിതം എന്ന സിനിമയുടെ വ്യാജ പതിപ്പ് ഇറങ്ങിയ സംഭവം പരിശോധിക്കുന്നത്. അത് അപ്ലോഡ് ചെയ്തത് കാനഡയിൽ നിന്നാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എവിടെ നിന്നാണ് ഇത് പകർത്തിയത് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യം. പക്ഷെ നിലവില് ചെങ്ങന്നൂർ കേന്ദ്രീകരിച്ചാണല്ലോ പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്, സൈബർ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. ആ ഒരു മേഖലയിൽ നിന്നും ചിത്രം പകർത്തിയതായിട്ടാണോ പോലീസ് കരുതുന്നത്? ടോം, നമുക്കിപ്പോ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് ടോം സൂചിപ്പിച്ചത് ശരിയാണ്. ചെങ്ങന്നൂരിലെ ഒരു തിയേറ്ററില് സീരിയൽ താരമായിരുന്ന ആലിസ് ക്രിസ്റ്റിയും ഭർത്താവും സിനിമ കണ്ടോണ്ടിരുന്നപ്പോൾ അവരുടെ പിന്നിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ മൊബൈൽ ഫോണിൽ ചിത്രം പകർത്തുന്നത് കണ്ടു എന്ന് അവര് തിയേറ്റർ ഉടമകളോട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അതേ തുടർന്ന് തിയേറ്റർ ഉടമകൾ അതിന് നടപടിയൊന്നും എടുത്തില്ല. തുടർന്നാണ് അവർ പോലീസിൽ പരാതി നൽകിയത്, പോലീസിനെ അറിയിച്ചത്. തുടർന്ന് ഇയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സംവിധായകൻ ബ്ലസ് ഇത് സംബന്ധിച്ചിട്ട് വ്യാജ പതിപ്പ് പ്രചരിക്കുന്നുവെന്നുള്ള പരാതി എറണാകുളം സൈബർ സെല്ലിന് നൽകിയിട്ടുണ്ട്. അതേ തുടർന്നുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. അതായത് ഈ സ്ക്രീൻഷോട്ടുകൾ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ വോയിസ് ഓവർ, അതായത് താൻ ഇത് പകർത്തി വ്യാജ പതിപ്പ് തന്റെ കയ്യിലുണ്ട് എന്ന കാര്യങ്ങൾ വെളിവാക്കുന്ന തരത്തിലുള്ള വോയിസ് ഓവറുകൾ പോലീസിന് ബ്ലസ്സി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആടുജീവിതം കഴിഞ്ഞ ദിവസമാണ് റിലീസായത്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് മലയാളി പ്രേക്ഷകരിലേക്ക് ആടുജീവിതം എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഈ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പ്രചരിക്കുന്നതിനോട് വളരെയധികം ജാഗരൂകരായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമാണ് ഇത്തരം വ്യാജ പതിപ്പുകൾ അപ്ലോഡ് ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ മലയാളികളുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളെല്ലാം സൈബർ സെൽ നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അമേരിക്കയിലെ IPTV എന്നുള്ള ലോഗോയോട് കൂടിയാണ് ഈ സിനിമ അപ്ലോഡ് ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് വാതുവയ്പ് നടത്തുന്ന ഒരു രാജ്യാന്തര സംഘടനയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ നിന്നും ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് ഭീഷണി ഉണ്ടായതായും ആരോപണമുണ്ട്. എന്തായാലും ഒരു സിനിമയുടെ എഫേർട്ട് മനസ്സിലാക്കാതെ ഇത്തരം വ്യാജ പതിപ്പുകൾ പ്രചരിപ്പിക്കുന്ന പ്രവണത തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായി പോരാടാനാണ് ആടുജീവിതത്തിന്റെ അണിയറ പ്രവർത്തകരുടെ നീക്കമെന്നാണ് മലയാള സിനിമകളൊക്കെ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും അമേരിക്കയിലും കാനഡയിലുമൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഈ IPTV വഴിയാണ്. ഈ IPTVയുടെ ലോഗോ അവർ ഉപയോഗിക്കുന്നുണ്ട്. ലോഗോ ഉപയോഗിച്ചതാണോ അത് IPTVയില് ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ടോ, പുറത്തു വരുന്നുണ്ടോ? അങ്ങനെ എന്താണ് ഇത്? നിലവില് ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ചിത്രം എത്തുന്നത്, പുറത്തു വരുന്നത് എന്ന കൃത്യമായ വിവരങ്ങൾ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും അതോടൊപ്പം പോലീസിന് ലഭ്യമായിട്ടുണ്ട്. നിലവിൽ സമൂഹ മാധ്യമങ്ങളിലും വിവിധ വെബ്സൈറ്റുകളിലും സിനിമ പ്രചരിക്കുന്നുണ്ട് എന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. വിവിധ വെബ്സൈറ്റുകളിലൂടെ സിനിമ പ്രചരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിന്റെ ലിങ്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന, പ്രത്യേകിച്ചും ഇങ്ങനെ വ്യാജ പതിപ്പുകൾ എത്തുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ടെലിഗ്രാമാണ്. ടെലിഗ്രാമിനെ കൂടുതൽ നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ് സൈബർ പോലീസ്. ഇപ്പോൾ സൈബർ സെൽ ഇടങ്ങളിലെല്ലാം ടെലിഗ്രാമിന്റെ വിവിധ ഗ്രൂപ്പുകൾ, മലയാള സിനിമ, ഇംഗ്ലീഷ് സിനിമ, അങ്ങനെ വിവിധ ഗ്രൂപ്പുകളാണ് ടെലിഗ്രാമിലൂടെ സിനിമ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളായാലും നമ്മൾ മുൻപ് കാണാത്ത ഒരു സിനിമയാണെങ്കിൽ പോലും അത് ആദ്യം സെർച്ച് ചെയ്യുന്ന ടെലിഗ്രാമിന്റെ ഗ്രൂപ്പിലാണ്. ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിലും നല്ല സിനിമകൾ കാണാനുള്ള
സാഹചര്യം ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ടെലിഗ്രാമിലൂടെ അല്ലെങ്കിൽ അത്തരം ഗ്രൂപ്പുകളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു പുതിയ ഒരു ടീമിന്റെ എഫേർട്ടിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അത് OTT പ്ലാറ്റ്ഫോമിൽ വരികയോ അതല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളിലേക്ക് വരികയോ ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഇത്തരം വ്യാജ പതിപ്പുകൾ ഉണ്ടാക്കി ഇൻഡസ്ട്രിയെ തന്നെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് പോകുന്നത് എന്നാണ് സംവിധായകൻ ബ്ലസി ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായി പോരാടുമെന്നാണ് ആടുജീവിതത്തിന്റെ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് കുറച്ചുകൂടി ശക്തമായി മുന്നോട്ട് പോകാനും ഈ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വോയിസ് ഓവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം ഇത് അപ്ലോഡ് ചെയ്ത യുവാവിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെയാണ് ബ്ലസി സൈബർ സെല്ലിന് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ IPTV വഴിയാണ് ഇത്തരം സിനിമകൾ അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നു. IPTVയുടെ ലോഗോയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കുറച്ചുകൂടി കാരണം നമുക്കറിയാം ബ്ലസി എന്ന സംവിധായകന്റെ ആ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരുടെ വർഷങ്ങളുടെ ഒരു കഠിനാധ്വാനം അത് ഈ രീതിയിൽ ഒരു സംഘം സാമൂഹ്യ വിരുദ്ധം തന്നെ അവരെ വിശേഷിപ്പിക്കേണ്ടി വരും. അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ, നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ആ സിനിമയുടെ അണിയർ പ്രവർത്തകരെ സംബന്ധിച്ച് ഏറെ നിരാശപ്പെടുത്തുന്നതാണ്. അവർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് ഈ അപ്ലോഡ് ചെയ്തവർക്കെതിരെ കർശനമായ നടപടി വേണമെന്നാണ്. ഇനി ഇത് ഈ സൈറ്റുകളിൽ നിന്നും അത് പിൻവലിപ്പിക്കുക എന്നൊരു കാര്യം അത്ര എളുപ്പമുള്ളതാണ്. പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലാണ് ഇതിന്റെ അഡ്മിന്മാർ, അവിടെ നിന്നാണ് ഇത് അപ്ലോഡ് ചെയ്തതെന്ന് പറയുന്നു. അത് പോലീസിനെ സംബന്ധിച്ച് ഇതിന്റെ ലിങ്കുകൾ ഈ സൈറ്റുകളിൽ നിന്നും വിച്ഛേദിപ്പിക്കുക എന്ന് പറയാൻ അത്ര എളുപ്പമുള്ള കാര്യമാണോ ആജ്ഞ? അത് സൈബർ പോലീസിന് കൈകാര്യം ചെയ്യാനുള്ളതേ ഉള്ളൂ എന്നാണ് ടോം മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ ലിങ്കുകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമാണ്. നമ്മൾ ഈ പറയുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം മിക്കവാറും ഇത്തരത്തിലുള്ള സൈറ്റുകളിലൂടെ മലയാളികളായ ആളുകൾ ഉൾപ്പെട്ട് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന്, അതായത് ഈ ലിങ്കുകൾ കണ്ടെത്താൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ടെക്നിക്കൽ രീതിയിലേക്ക് മാറിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നും ഇത്തരം സാഹചര്യങ്ങളിലേക്ക്, ഇത്തരം അപ്ലോഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു എന്നുള്ള ഒരു സാഹചര്യം മുന്നിലുണ്ട്. ഇതൊരു വലിയ ടാസ്ക് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സൈബർ പോലീസിനെ സംബന്ധിച്ചാലും. എന്നാലും ഇത് ഷെയർ ചെയ്യപ്പെട്ട ആൾക്കാരെയോ അല്ലെങ്കിൽ ഈ വ്യാജ പതിപ്പുകൾ കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ ഡീറ്റെയിൽസ് എടുത്താൽ ഒരു പക്ഷേ ഇത് അപ്ലോഡ് ചെയ്ത ആളുകളിലേക്ക് എത്താൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്.